സോ അതിനായി നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ 3D മോഡൽ പ്രോപ്പറായി റെഡിയാക്കുക എന്നുള്ളതാണ്. ടെക്സ്ചറൊക്കെ കുറച്ചുകൂടെ സിമിലറായിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും. സോ ഞാനിവിടെ മോഡലും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സീനിങ് കാണാൻ പറ്റും. സീൻ ലെഫ്റ്റ് സൈഡ് നമ്മളിപ്പോൾ റെൻഡർ എടുക്കാത്തതുകൊണ്ട് ഈ സൈഡ് ഒന്നും റെഡിയാക്കിയിട്ടില്ല. സോ അത് കുഴപ്പമില്ല. അപ്പം എനിക്ക് വേണ്ട ആംഗിൾ വെച്ചിട്ട് ഒരു ക്യാമറ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക എന്നുള്ളതാണ്. സോ ഞാനതിവിടെ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്ക്രീൻഷോട്ട് മീൻസ് നമുക്ക് സ്കെച്ചപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ മാത്രം റെൻഡർ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. മീൻസ് സ്ക്രീൻഷോട്ട് എടുക്കുന്നതിലും നമുക്ക് ആ ഒരു മോഡലും കാര്യങ്ങളും മാത്രം റെൻഡർ ചെയ്തെടുക്കാൻ പറ്റും വിത്തൗട്ട് മീൻസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ എനിക്കറിയാം. അപ്പം പിന്നെ വേണ്ടത് നമുക്ക് നമ്മുടെ ഒരു സീന് മാത്രമേ ആവശ്യമുള്ളൂ. നമുക്കിതിൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെ വരുന്ന ഏരിയ ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്ത് കളയുക. സേവ് കൊടുത്തിട്ടുണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെയിൻ പരിപാടി ഉള്ളത്. പറഞ്ഞതുപോലെ നമുക്കിതിന് ഒരു പവർഫുൾ PCD ഒന്നും കാര്യം ആവശ്യമില്ല. ഒരു പ്രോപ്പർ നെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചെയ്യാം. ഈവൻ ഫോണിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ജെമിനി വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. നാനോ ബനാന. നിങ്ങൾക്ക് ഇവിടെ ഇതിപ്പോൾ കാണാൻ പറ്റും. ഞാനിപ്പോൾ പ്രോ യൂസറാണ്. സോ നിങ്ങൾ ജിയോ യൂസേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് പ്രോ അക്കൗണ്ട് ആക്സസ് ചെയ്യാൻ പറ്റും. സോ അത് ആരും ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ലെയിം ചെയ്ത് വെച്ചോളൂ. ക്ലെയിം ചെയ്യുന്നതിന് മുമ്പ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വേറൊരു പുതിയൊരു മെയിൽ ID വെച്ചിട്ട് തുടങ്ങുന്നതായിരിക്കും ബെറ്റർ. എന്താണെന്ന് വെച്ചാൽ ഇതിൽ പ്രോ നമുക്ക് ആക്സസ് ചെയ്യുമ്പം ഒരു 2 TB സ്റ്റോറേജ് കൂടെ കിട്ടുന്നുണ്ട്. അത് നിങ്ങളുടെ മെയിൻ ID ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ ഫയലും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കപ്പ് ആവും. സോ 1 ഇയർ കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അത് അവരുടെ ഒരു ട്രിക്കാണ് ആക്ച്വലി ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. സോ അതുകൊണ്ടേക്ക് അപ്പം ഇവിടെ നിങ്ങൾക്ക് ടൂൾസ് കാണാൻ പറ്റും. നമുക്കിവിടെ ക്രിയേറ്റ് വീഡിയോ ഉണ്ട്, ക്രിയേറ്റ് ഇമേജ് ഉണ്ട്. സോ നമ്മളിവിടെ ക്രിയേറ്റ് ഇമേജ് ആണ് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ക്രിയേറ്റ് ഇമേജ് കൊടുത്തു. നമ്മൾ ഇപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത ആ ഒരു ഫയൽ ഇവിടെ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്തു. ദെൻ ഇത് കുറച്ച് ലെങ്ത് ഉണ്ട്, ഞാൻ വായിച്ചു തരുന്നില്ല. ഞാൻ ഇതെന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ പോപ്പപ്പ് ചെയ്യാൻ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ പ്രോംപ്റ്റ് അപ്ലോഡ് ചെയ്യാം. സോ ഇത് വെച്ചാൽ റീറെൻഡർ ദിസ് ഇമേജ് ടു ഹൈപ്പർ റിയലിസ്റ്റിക് എക്സെട്ര അങ്ങനെയാണ്. സോ നമുക്കത് ജസ്റ്റ് ഒന്ന് കൊടുത്ത് നോക്കാം. ഞാനിപ്പോൾ സബ്മിറ്റ് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ജസ്റ്റ് ഇതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരുന്ന ഇമേജ്. സോ വെയിറ്റ് ആൻഡ് സീ. ലോഡിങ് കാണാനാണ്. സോ ഇത് ഇൻസ്റ്റയിലൊക്കെ ഇപ്പോൾ ഒരു വൈറലായിട്ട് കൊണ്ടിരിക്കുന്ന സംഭവമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും AI വെച്ചിട്ട് എങ്ങനെയാണ് നമുക്കിത് തന്നെ വീഡിയോസും ജനറേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഇതിനെ കൊണ്ട് തന്നെ. സോ നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ കാണാൻ പറ്റും മൈ സ്റ്റെപ്പിൽ കുറച്ചധികം കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. സോ നമുക്കതിലേക്ക് വരാം. ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയ ഇമേജ്. കാണാൻ പറ്റും ഇവിടെ ചെമ്പരത്തി ഉണ്ട്, ഒരു കാറുണ്ട്, ഒരു പേരൻ്റ് ഇവിടെ നടന്നു പോകുന്ന രീതിയുണ്ട്. ഇതിലൊരു പ്രശ്നമായിട്ട് തോന്നിയത് എന്താ വെച്ചാൽ നമുക്ക് കോമ്പൗണ്ട് വാൾ ഇതിൽ മിസ്സിങ് ആണ്. അതാണ് AI യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രശ്നമായിട്ട് തോന്നുന്നൊരു മെയിൻ സംഭവം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടത് AI തരണമെന്നില്ല. AIക്ക് എന്താണോ തോന്നുന്നത് അതാണ് നമുക്ക് കിട്ടുക. അങ്ങനെ ഒരു പ്രശ്നം ഞാനിതിൽ ഫേസ് ചെയ്യുന്നുണ്ട്. മീൻസ് ഓൾമോസ്റ്റ് കറക്റ്റായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. ഞാനൊന്ന് ഡൗൺലോഡ് ചെയ്യട്ടെ. സോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ടെക്സ്ചറും കാര്യങ്ങളൊക്കെ സംടൈംസ് മിസ്സാവുന്നുണ്ട്. പക്ഷേ അത് പ്രശ്നമല്ല. നമുക്ക് എന്തായാലും ഇത് എവിടെയാണ് യൂസ് ആവുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ പറ്റും. സോ നമ്മൾ വേറെയും ഫയലും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. ജസ്റ്റ് അതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്കൊരു ഫ്രണ്ട് വ്യൂ ഒന്ന് പിടിച്ച് നോക്കാം. സോ ഞാൻ സെയിം പ്രോംപ്റ്റ് തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ സെക്കൻഡ് ഇമേജ് ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. ഇത് കൊള്ളാം, ഇതെനിക്ക് സെറ്റായിട്ടുണ്ട്. കാരണം ഈവൺ കോമ്പൗണ്ട് വാൾ വന്നിട്ടുണ്ട്, റിയലിസ്റ്റിക് ഒരു പാത്ത് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ ഒരു ചെമ്പരത്തി മേ ബി അതൊരു പ്രോംപ്റ്റിൻ്റെ പ്രശ്നമായിരിക്കും. മേ ബി നമുക്കത് നൈസായിട്ട് നോക്കാം. ദിസ് വൺ ഈസ് റിയലി ഗുഡ്. ഐ റിയലി ലൈക്ക് ഇറ്റ്. സോ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു സംഭവം റെഡി ആക്കുന്നത്. ബേസിക്കലി നമ്മുടെ പ്രോംപ്റ്റാണ് ഇതിൽ മെയിൻ സംഭവം വരുന്നത്. നമുക്ക് എത്രത്തോളം പ്രോംപ്റ്റ് കൃത്യമായിട്ട് അടിച്ചു കൊടുക്കാൻ പറ്റുന്നു അത്രയും പെർഫെക്റ്റായിട്ട് നമുക്ക്
ഔട്ട് കിട്ടും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ലൈക്ക് ഞാനിപ്പോൾ 2 ടൈപ്പ് വീടിൻ്റെ ഇമേജ് കൊടുത്തു. അത് ഒന്ന് സൈഡ് ആംഗിൾ മീൻസ് മേ ബി ഞാനത് കൊടുത്ത സ്ക്രീൻഷോട്ട് തന്നെയായിരിക്കും. പക്ഷേ അതിന് കോമ്പൗണ്ട് വാൾ വന്നിട്ടില്ല. പക്ഷേ ഇവിടെ കോമ്പൗണ്ട് വാൾ വന്നിട്ടുണ്ട്. മനസ്സിലായോ? ഇതിന് തോന്നണം എങ്ങനെയാണ് സാധനം വരേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് വേറൊരു അപ്പം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് സെയിം വീട് തന്നെ വേറൊരു പ്രോംപ്റ്റ് വെച്ചിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് പ്രോംപ്റ്റ് ഫോട്ടോ റിയലിസ്റ്റിക് കേരള ട്രോപ്പിക്കൽ മീൻസ് നേരത്തെ കൊടുത്ത പ്രോംപ്റ്റിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് ആ ഒരു ഔട്ട് വ്യത്യാസം വരുന്നതെന്ന് ചെക്ക് ചെയ്യാം. വെയിറ്റ്, സാധനം വന്നിട്ടുണ്ട്, പക്ഷേ ഇവിടെ കാണാൻ പറ്റില്ല. അപ്പം എന്ത് വേണം, നമ്മൾ മൈ സ്റ്റഫ് പോയാൽ എവിടെയും ലോഡായിട്ടല്ലേ. ഓക്കെ, അത് വേറെ കാണിച്ചിട്ടുണ്ട്. സോ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ജസ്റ്റ് അത് കൊടുത്തു, ദെൻ Ctrl V കൊടുത്തു, സബ്മിറ്റ് കൊടുത്തു. നമ്മളെ സംടൈംസ് എന്തൊക്കെയോ എററൊക്കെ കാണിക്കാറുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിലെവിടെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ക്ലയൻറ്റ് മേ ബി വേറൊരു സൈഡിൽ നിന്നുള്ള വ്യൂ ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ നമുക്ക് സെയിം തീമിൽ അല്ലെങ്കിൽ ഒരിക്കൽ റെൻഡർ ചെയ്തതല്ല ഇത് നെക്സ്റ്റ് ടൈം റെൻഡർ ചെയ്യുക എന്നുള്ളത്. നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല. അപ്പം ഒരു സെയിം വീടിൻ്റെ 2 ആംഗിളിൽ നിന്നുള്ളൊരു ഫോട്ടോ എടുക്കുക എന്നുണ്ടെങ്കിൽ അത് മേ ബി പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ ഞാനിവിടെ പ്രോംപ്റ്റ് കൊടുത്തപ്പോൾ ഗ്രൗണ്ട് മാത്രമാണ് വന്നിട്ടുള്ളത്. സോ ഇത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഈ ഒരു സെയിം പ്രോംപ്റ്റ് വെച്ചിട്ട് റെൻഡർ ചെയ്ത സംഭവമാണ്. ലൈക്ക് ഏതാണ് ഈ ഒരു വീട് കണ്ടോ, ഇത് അത്രയും റിയലിസ്റ്റിക് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ ആകെ ഒരു പ്രശ്നം എടുക്കുന്നില്ല, ഈ ഒരു കോമ്പൗണ്ട് വാൾ മാത്രമാണ്. മീൻസ് ഈ ഒരു ഗേറ്റ് ഒരു റസ്റ്റി ഫീൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. സോ ഈ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെയാണ്. ലൈക്ക് ഇതിന് തോന്നണം നമുക്ക് ഔട്ട് വരണം എന്നുള്ളത്. സോ നമുക്ക് ഇതെങ്ങനെ ഒരു വീഡിയോയിലേക്ക് കൺവേർട്ട് ചെയ്യാന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ഇവിടെ ന്യൂ ചാറ്റ് കൊടുക്കാം. സോ ഇവിടെ നമുക്ക് ടൂൾസ് എന്നുള്ളത് ക്രിയേറ്റ് വീഡിയോ എന്ന് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. വാട്ടെവർ ഇതെന്തൊക്കെയോ കാണിക്കുന്നുണ്ടല്ലോ. അപ്പം ആഡ് ഫയൽ പോയി നമ്മൾ അപ്ലോഡ് ഫയൽ കൊടുക്കുക. നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഇമേജ് ഉണ്ടല്ലോ, ലൈക്ക് ഞാൻ സിമ്പിളായിട്ട് കൊടുക്കുന്നുള്ളൂ. മേക്ക് ആനിമേറ്റ് then cinematic shot persons moving ജസ്റ്റ് കൊടുക്കാം. നമുക്ക് എന്താ വരുമെന്നൊന്ന് നോക്കാം. ഓ മിവിങ് ആയി പോയിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം, അതൊക്കെ ക്യാച്ച് ചെയ്യാനാണ് സാധ്യത. സോ ഇത് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ അപ്ലോഡ് ചെയ്യാൻ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഒരു സഡനായിട്ടൊരു ക്ലയൻറ്റിന് റെൻഡർ ചെയ്ത് കൊടുക്കാനുള്ള ആവശ്യങ്ങൾ യൂസ്ഫുൾ ആയിരിക്കും. മോറോവർ ഇതൊരു പക്ക റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് റെൻഡർ ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ, കൂടി തോന്നുകയാണെങ്കിൽ. സോ അങ്ങനൊരു പ്രശ്നമുണ്ട്. പിന്നെ നമുക്ക് മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്ത് വീഡിയോസും മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്ത് റെൻഡർ എടുക്കണ്ട. നമുക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആയിരിക്കും. സോ മെയിനായിട്ട് നാനോ ബനാനയാണ് ഇപ്പം മെയിനായിട്ട്. പിന്നെ വേറൊരു വെബ്സൈറ്റും കൂടി ഉണ്ട് കേട്ടോ. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അതൊരു ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്യാം അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം, അതെങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത്. സോ വീഡിയോ ജനറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടൈം എടുക്കും. അപ്പം ഞാൻ മെയിനായിട്ട് ഇത്രയാണ് ഇന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ലൈക്ക് ഇതെങ്ങനെയാണ് സെറ്റാക്കുക, എങ്ങനെയാണ് നമ്മളെപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ഇതിപ്പം ഇൻസ്റ്റയിൽ ഒരുപാട് പേര് എനിക്ക് പേഴ്സണൽ മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഹൗ ലൈക്ക് ഞാൻ ഈ ഒരു അവസരത്ത് വെയിറ്റ് നമുക്ക് വീഡിയോ ജനറേറ്റ് ആയിട്ടുണ്ട്. ഒന്നും പറയാനില്ല, വളരെ മികച്ച ഒരു ഔട്ടാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്.
സോ റിയലി ഇംപ്രസീവ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്കതൊരു ആഡ് ലോഡ് ഫയൽ rain person riding. ജസ്റ്റ് സിമ്പിളായിട്ട് വേറൊരു പ്രോംപ്റ്റ് കിട്ടുന്നുണ്ട്, റെയിൻ പേഴ്സൺ റൈഡിങ് സ്കൂട്ടർ. നമുക്ക് നോക്കാം. പക്ഷേ ഇതൊക്കെ ഈ കൊള്ളാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇത്. ഇതിൻ്റെ ക്ലാരിറ്റി കുറച്ച് മിസ്സായിട്ടുണ്ട്, പക്ഷേ അതർവൈസ് ഇറ്റ് വാസ് റിയലി ഗുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമുക്ക് ഹിയർ ഞാനിപ്പം പേഴ്സൺ റൈഡിങ് സ്കൂട്ടർ കൊടുത്തിട്ടുണ്ട്. വെയിറ്റ് ചെയ്യാം. സോ നമുക്ക് എന്തായാലും വന്ന് റെഡിയാക്കാം. അപ്പോൾ ഞാൻ എന്തായാലും പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത് ടെലിഗ്രാം ഗ്രൂപ്പിലായിരിക്കും. സോ ഞാനിത് ഓൾമോസ്റ്റ് ഒരു വീക്ക് മുന്നേ എൻ്റെ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എങ്ങനെയാണ് ഇത് ചെയ്തതെന്നുള്ളതൊക്കെ ചോദിച്ചവരോട് നമ്മുടെ വീഡിയോ വരുന്നുണ്ട് എന്നാണ്. പക്ഷേ ഇതിന് മുമ്പ് കിട്ടിയ ഒരു കൂട്ടുകാരൊക്കെയാണെന്ന് വെച്ചാൽ എൻ്റെ പ്രോ പാക്ക്, അതായത് D500 ട്യൂട്ടോറിയൽ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവർക്ക് ഓൾറെഡി ഇതും അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അതായത് ഞാനിത് ഫസ്റ്റ് വീഡിയോ അല്ലെങ്കിൽ സ്റ്റോറി ഇട്ട ദിവസം തന്നെ ആ ഒരു പർച്ചേസ് ചെയ്തവർക്ക് ഞാൻ അവർക്ക് അഡീഷണലായിട്ട് ഈ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. മീൻസ് അത് തന്നെയാണ് ഇനി ഫ്യൂച്ചറിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എല്ലാ അപ്ഡേറ്റ്സും വീഡിയോ ചെയ്യുന്നില്ല. ഇതിപ്പം വളരെ വൈറലായതുകൊണ്ട് മീൻസ് അങ്ങനെ ചെയ്തതാണത്. അപ്പം വെയിറ്റ്, ഞാൻ പറഞ്ഞില്ലേ എഐക്ക് തോന്നണം സാധനം കിട്ടാൻ വേണ്ടിയിട്ട്. ഇതെന്താണ് ഇവരൊക്കെ റിവേഴ്സൊക്കെ പോകുന്ന കുറവ്. അതോ സംഭവം കൊള്ളായിരുന്നു, പക്ഷേ എനിക്കൊന്നും പറയാനില്ല. സോ ഇങ്ങനെയാണിത് ആനിമേറ്റ് ചെയ്യുന്നത്, ഇങ്ങനെയാണിത് റെൻഡർ ഔട്ട് എടുക്കുന്നത്. നമ്മൾ വീണ്ടും ടോപ്പിക്ക് മാറി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഇൻ കേസ് നമ്മുടെ ഫ്യൂച്ചറിലായാലും ഓൾമോസ്റ്റ് അപ്ഡേറ്റ് വരുമ്പോൾ ഞാനിപ്പോൾ ഇൻസ്റ്റ സ്റ്റോറി ഇടാറുണ്ട്, ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ചെയ്ത വർക്കും കാര്യങ്ങളൊക്കെ. അതൊക്കെ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ പ്രോ പാക്ക് പർച്ചേസ് ചെയ്ത ടീമിന് ഓൾറെഡി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്റ്റുഡൻസ് കുറച്ചധികം പേരുണ്ട്, 10-40 പേര് അടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോ ഇൻഡിവിജ്വലായിട്ട് ഞാൻ മെയിലായിക്കാണ് ചെയ്യാറുള്ളത്. പുതിയ വീഡിയോ ജസ്റ്റ് ഒരു ട്യൂട്ടോറിയൽ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ടെന്നുണ്ട്. മീൻസ് അതങ്ങനെയാണ് വരുന്നത്. അപ്പം ഇനിയൊരു പക്ഷേ ഞാൻ വീഡിയോസ് ചെയ്യാത്ത കാര്യങ്ങൾ കൂടിയും അവിടെ അപ്ഡേറ്റ് ആകുന്നുണ്ടാവും. മീൻസ് ഇവൺ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിൽ തന്നെ മീൻസ് ഞാനൊരു കാര്യം ഇടുമ്പം അതിൻ്റെ സംഭവം എനിക്കറിയാം, അല്ലെങ്കിൽ ഞാനത് അവിടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന കാര്യം. സോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. സോ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ A few moments later.